ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലോകപ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായ ആന്റൺ ചെക്കോവിന്റെ ഗൂസ്ബെറീസ് എന്ന മനോഹരമായ കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഈ കഥ ജീവിതത്തെയും സന്തോഷത്തെയും കുറിച്ച് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ കഥ ചെക്കോവിന്റെ 3 കഥകളുടെ ഒരു പരമ്പരയിലെ രണ്ടാമത്തെ കഥയാണ്. ഈ പരമ്പരയിലെ ആദ്യ കഥയുടെ പേര് ദ മാൻ ഇൻ എ ഷെൽ എന്നും അവസാനത്തെ കഥയുടെ പേര് എബൌട്ട് ലവ് എന്നുമാണ്. ഈ 3 കഥകളുടെയും പൊതുവായ ആശയം ജീവിതത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും ഒളിച്ചോട്ടവുമാണ്. പ്രധാന കഥാപാത്രങ്ങൾ 4 പ്രധാന കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത്. ഇവാൻ ഇവാനിച്ച്, അതായത് കഥയുടെ പ്രധാന ആഖ്യാതാവ്, അതായത് നെറേറ്റർ. ഇദ്ദേഹം ഒരു വെറ്ററിനറി സർജനാണ്. നിക്കോളായ് ഇവാനിച്ച്, ഇവാനിന്റെ ഇളയ സഹോദരൻ. അദ്ദേഹം തന്റെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഒരു പ്രത്യേക വഴി തിരഞ്ഞെടുത്ത ആളാണ്. ബുർക്കിൻ, ഒരു സ്കൂൾ മാസ്റ്റർ. ഇവാൻ തന്റെ സഹോദരന്റെ കഥ പറയുന്നത് ബുർക്കിനോടാണ്. അലിയോഖിൻ, ഇവാനും ബുർക്കിനും മഴയിൽ നിന്ന് രക്ഷ നേടാൻ അഭയം തേടിയ സ്ഥലത്തെ ഭൂവുടമ. കഥയുടെ സംഗ്രഹം. ഒരിക്കൽ ഇവാൻ ഇവാനിച്ചും ബുർക്കിനും സംസാരിച്ച് നടന്നുപോകുമ്പോൾ ശക്തമായ മഴ പെയ്യുന്നു. അവർ അടുത്തുള്ള അലിയോഖിന്റെ വീട്ടിൽ അഭയം തേടാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് ഇവാൻ കുളത്തിലിറങ്ങി സന്തോഷത്തോടെ നീന്തുന്നു. എന്തു രസമാണ് എന്ന് വിളിച്ചു പറയുന്നു. അതിനുശേഷം എല്ലാവരും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരുമിച്ചിരിക്കുമ്പോൾ ഇവാൻ തന്റെ സഹോദരനായ നിക്കോളായിയുടെ കഥ പറയാൻ തുടങ്ങുന്നു. നിക്കോളായ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പം മുതൽക്കേ ഗ്രാമത്തിലെ ജീവിതത്തോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു പുഴയുടെയോ തടാകത്തിന്റെയോ അടുത്തുള്ള ചെറിയൊരു ഫാം വാങ്ങി അവിടെ താമസിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. നിക്കോളായുടെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു നെല്ലിക്കത്തൈ, അതായത് ഗൂസ്ബെറി ബുഷ്, ഉണ്ടായിരിക്കും. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിക്കോളായ് വളരെ മിതവ്യയത്തോടെ ജീവിച്ചു. അദ്ദേഹത്തിന് കഴിക്കാൻ പോലും വേണ്ടത്ര ഭക്ഷണമുണ്ടായിരുന്നില്ല. വസ്ത്രധാരണവും ഒരു യാചകനെ പോലെ ആയിരുന്നു. ഇങ്ങനെ സമ്പാദിച്ച പണം മുഴുവൻ അദ്ദേഹം ബാങ്കിൽ സൂക്ഷിച്ചു. ഒടുവിൽ ഈ സ്വപ്നം സഫലമാക്കാൻ പണത്തിനുവേണ്ടി അദ്ദേഹം പ്രായം ചെന്നതും സൗന്ദര്യമില്ലാത്തതുമായ ഒരു വിധവയെ വിവാഹം കഴിച്ചു. ഭാര്യയുടെ മരണശേഷം നിക്കോളായ് 300 ഏക്കർ സ്ഥലം വാങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നതുപോലെയുള്ള ഒരു ഫാം ആയിരുന്നില്ല അത്. അവിടെ നെല്ലിക്കത്തൈകളോ കുളങ്ങളോ പൂന്തോട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല. എങ്കിലും നിക്കോളായ് അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം 20 നെല്ലിക്കത്തൈകൾ വാങ്ങി നട്ടുപിടിപ്പിച്ച് ഒരു ഭൂവുടമയായി ജീവിതം തുടങ്ങി. 1 വർഷത്തിനു ശേഷം ഇവാൻ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ ചെന്നു. അവിടെ വെച്ച് ആദ്യമായി വിളഞ്ഞ നെല്ലിക്കകൾ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു. അത് രുചിച്ചു നോക്കിയ നിക്കോളായ് സന്തോഷം കാരണം കരഞ്ഞുപോയി. നെല്ലിക്കകൾ പുളിച്ചതും കട്ടിയുള്ളതുമായിരുന്നിട്ടും തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതുകൊണ്ട് അദ്ദേഹം അത് ആസ്വദിച്ചു. എത്ര നല്ലതാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. സഹോദരന്റെ സന്തോഷം കണ്ടപ്പോൾ ഇവാന് ഒരു തരം നിരാശ തോന്നി. ചുറ്റുമുള്ള അസന്തുഷ്ടരായ ആളുകളുടെ ദുരിതങ്ങൾ സഹിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. സന്തോഷമെന്നത് ഒരു ചെറിയ കാര്യമല്ലെന്നും യഥാർത്ഥ സന്തോഷമെന്നത് മഹത്തായതും യുക്തിരഹിതവുമായ കാര്യങ്ങളിലായിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് യുവത്വമുള്ളപ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം അലിയോഖിനോട് ഉപദേശിച്ചു. ഇതായിരുന്നു നമ്മുടെ കഥ. ഈ കഥാപാത്രങ്ങളുടെ ജീവിതം സന്തോഷത്തെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് പുതിയ ചിന്തകൾ നൽകുന്നു. നിക്കോളായ്ക്ക് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ സന്തോഷം ലഭിച്ചു. പക്ഷേ ആ സന്തോഷം ഒരുതരം സ്വാർത്ഥതയാണെന്ന് ഇവാൻ വിശ്വസിച്ചു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നന്ദി.